ഇവിടേൽ ആദ്യമേ തന്നെ നമ്മൾ യമനിലെ ഹൂത്തികളുടെ അടുത്ത് നിന്ന് തുടങ്ങാം. കാരണം അവർ മൊത്ത ലോകത്തിന് പണി കൊടുത്തിരിക്കുകയാണ്. ശരിക്കും മൈക്രോസോഫ്റ്റിൻ്റെ അസൂർ എന്ന് പറഞ്ഞ കമ്പനിയുടെ ഒരു കേബിൾ ഏഷ്യൻ സൈഡും ആഫ്രിക്കൻ സൈഡും കണക്ട് ചെയ്യുന്ന രീതിയിൽ പോകുന്നൊരു കേബിളാണ്. ആ കേബിളാണ് ഹൂത്തികൾ മുറിച്ചതായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഈ കടലിൻ്റെ അടിയിൽ റെഡ് സീയുടെ അടിയിൽ കൂടെയാണ് ഈ കേബിൾ പോകുന്നത്. അപ്പോൾ ഈ കേബിള് ഇവർ മുറിച്ചെന്ന് അവർ ക്ലെയിം ചെയ്തിട്ടില്ല. പക്ഷേ ആ ഭാഗത്ത് ഇങ്ങനെ ഒരു സംഭവം സംഭവിക്കണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഹൂത്തികൾ തന്നെയാണ് ഇത് ചെയ്യാൻ സാധ്യത. അതാണ് മൊത്തത്തിൽ നമുക്ക് വാർത്തയിൽ മനസ്സിലാക്കാൻ പറ്റുന്നത്. അവരും ഇത് ഞങ്ങൾ ചെയ്തില്ല എന്നൊന്നും പറഞ്ഞിട്ടില്ല. അത് അവരുടെ മേളിലാണ് എല്ലാ ക്ലെയിമും പോകുന്നത്. പക്ഷെ അവരിതിനെ ഡിനൈ ചെയ്തിട്ടില്ല. അതിലുപരിയായിട്ട് ഹൂത്തികൾ ഇസ്രായേലിൻ്റെ മേളിലേക്ക് ഒരു ആക്രമണം നടത്തിയിട്ടുണ്ടായിരുന്നു. ഇസ്രായേൽ ഇത്തവണ കരുതിക്കൂട്ടി തന്നെയാണ് ഇരുന്നത്. പല മിസൈലുകളും ഇന്റർസെപ്റ്റ് ചെയ്യപ്പെട്ടു. പക്ഷെ എന്നാലും എയർപോർട്ടിൽ റാമേൻ എയർപോർട്ട് എന്ന് പറഞ്ഞാൽ ആ എയർപോർട്ടിൽ മിസൈലല്ല 2 ഡ്രോൺ പതിച്ചതായിട്ടുള്ള വാർത്ത വരുന്നുണ്ട്. അത് ശരിക്കും ഇസ്രായേൽ ഇതുവരെ കൺഫേം ചെയ്തിട്ടില്ല. പക്ഷേ ഫൂട്ടേജസ് ഒക്കെ പുറത്ത് ലീക്ക് ആയിട്ടുണ്ട്. ആ എയർപോർട്ടിൽ 2 ഡ്രോൺ വന്ന് പതിച്ചതും അതോടൊപ്പം ആ സമയത്ത് ശരിക്കും ബെൻഗുരിയൻ എയർപോർട്ടാണ് ഏറ്റവും ബിസി ആയിട്ടുള്ള എയർപോർട്ട്. ഈ റാമേൻ എയർപോർട്ട് എന്ന് പറയുന്നത് അത്ര ബിസി ആയിട്ടുള്ള എയർപോർട്ടല്ല. പക്ഷേ ആ സമയത്ത് അവിടെ ഫ്ലൈറ്റ് ലാൻഡിങ്ങോ ടേക്ക് ഓഫോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് വലിയ രീതിയിലുള്ള അപകടമൊന്നും ഉണ്ടായിട്ടില്ല എന്നുള്ള ഒരു വ്യക്തി കൊല്ലപ്പെട്ടു എന്നുള്ള വാർത്ത വരുന്നുണ്ട്. പിന്നെ ഇഞ്ചുറിയെക്കുറിച്ച് വലിയ ഡീറ്റെയിൽസ് ഒന്നും വരുന്നില്ല. ആ എയർപോർട്ടിൽ ഡ്രോൺ അറ്റാക്ക് സംഭവിച്ചിട്ടുണ്ട്. ആ ഒരു വാർത്തയും കൂടി വരുന്നുണ്ട്. പിന്നെ ഒരു അലിഗേഷൻ വരുന്ന പറഞ്ഞാൽ ഡ്യുവൽ സിറ്റിസൺഷിപ്പ്, അതായത് ഇസ്രായേലികൾ തന്നെയാണ്, അമേരിക്കൻ സിറ്റിസൺസ് ആയിട്ടുള്ള ആൾക്കാർ തന്നെ ഇസ്രായേലിലും പാസ്പോർട്ട് ഹോൾഡേഴ്സ് ആണ്. അങ്ങനെ ഡ്യുവൽ സിറ്റിസൺഷിപ്പ് ഉള്ള അമേരിക്കൻ പൗരന്മാർ IDF പ്രവർത്തിക്കുന്നുണ്ട്. അവർ ഗാസയ്ക്കുള്ളിൽ യുദ്ധത്തിൽ പങ്കെടുത്തിട്ടുണ്ട് എന്നുള്ളൊരു വാർത്തയും കൂടി വരുന്നുണ്ട്. അമേരിക്ക ഇത്തവണ UN ജനറൽ അസംബ്ലിയിൽ പാലസ്തീനികളെ സംസാരിക്കാൻ അനുവദിച്ചിട്ടില്ല. അപ്പോൾ അത് ഓൾറെഡി തന്നെ വിസ നിരോധിച്ചതുകൊണ്ട് തന്നെ UN അതിൻ്റെ ഒരു ഫ്രസ്ട്രേഷൻ കാണിച്ചിട്ടുണ്ട്. UN പറയുന്നത് ഇനി ഞങ്ങൾ ജനറൽ അസംബ്ലി ന്യൂയോർക്കിൽ നടത്തുന്നില്ല. ഞങ്ങൾ എന്തുകൊണ്ടാണ് ഈ രീതിയിൽ നടത്തുന്നത്? ഞങ്ങൾ ഇൻവിറ്റേഷൻ അയച്ച ആൾക്കാരൊക്കെ വരാൻ വേണ്ടിയിട്ടുള്ള, സ്വതന്ത്രമായിട്ട് വരാൻ വേണ്ടിയിട്ടുള്ള വിസ നിങ്ങൾ പ്രൊവൈഡ് ചെയ്യണം. നിങ്ങൾക്ക് താല്പര്യമില്ലാത്ത ആൾക്കാരെ തടഞ്ഞു നിർത്താൻ പാകത്തിന് നിങ്ങളുടെ വിസ കൺട്രോൾ ചെയ്ത് വെക്കുന്ന ഒരു പ്രവൃത്തി, അത് വളരെ വളരെ മോശം എന്നാണ് യുണൈറ്റഡ് നേഷൻസ് പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ ഇത് ഞാൻ എൻ്റെ 2-3 വാർത്തകൾ ഞാനിത് തുടരെ സൂചിപ്പിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഡെവലപ്മെൻറ്റ്സ്, ഇതിനെക്കുറിച്ച് വേറൊരു നറേറ്റീവ്സ് ഒക്കെ വരുന്നുണ്ട്. ഇന്ത്യ, പാകിസ്ഥാൻ, കശ്മീർ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ അമേരിക്ക തുടരെ ഹമാസുമായിട്ട് നടത്തിയ ചർച്ചയിൽ ബന്ദികളെ മോചിപ്പിക്കുന്ന വിഷയത്തിൽ ഹമാസ് അമേരിക്കയുമായിട്ട് സഹകരിച്ചില്ല. തുടർച്ചയായിട്ട് സ്റ്റീവ് വിറ്റ്കോഫിന്റെ പ്രപ്പോസലിനെ നിരസിക്കുന്ന നടപടിയാണ് ഹമാസ് സ്വീകരിച്ചത്. അതുകൊണ്ടാണ് ആ ഒരു കലിപ്പിലാണ് അമേരിക്ക ഈ പാലസ്തീനിയൻ അതോറിറ്റി മെഹ്മൂദ് അബ്ബാസ് എന്ന് പറഞ്ഞ വ്യക്തികൾക്കും അതിനോടൊപ്പമുള്ള 9-10 അംഗ സംഘങ്ങൾക്ക് ഈ വിസ കൊടുക്കില്ല എന്ന് പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് അവർക്ക് ഇത്തവണ UN ജനറൽ അസംബ്ലിയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ കഴിയില്ല. ഇതാണ് ഒരു വാർത്ത. അപ്പോൾ ഇത് വളരെ ക്ലിയർ ആയിട്ടുള്ള വാർത്തയാണ്. ഇതിൻ്റെ നടപടിയാണ് ശരിക്കും അമേരിക്ക പ്രഷർ ഇടുകയാണ്. അതായത് UN ജനറൽ അസംബ്ലിയിൽ വരണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ബന്ദിമോചനം നടത്തൂ എന്നാൽ നമുക്ക് പരിഗണിക്കാം. അതാണ് കറക്റ്റായിട്ടുള്ള തീരുമാനം. ആ തീരുമാനമാണ് അമേരിക്ക എടുത്തിരിക്കുന്നത്. പക്ഷേ അതിന് UN ജനറൽ അസംബ്ലിക്ക് താല്പര്യമില്ല. അത് പറ്റത്തില്ല. ബന്ദികളെ മോചിപ്പിച്ചാലും ഇല്ലെങ്കിലും നിങ്ങൾ വിസ കൊടുത്ത് അവരെ കൊണ്ടുവരണം എന്നാണ് പറയുന്നത് UN ജനറൽ അസംബ്ലി. പിന്നെ അമേരിക്കയുടെ സ്വാർത്ഥ താല്പര്യങ്ങൾ. ഇപ്പോൾ വെനിസുല, അമേരിക്ക ശരിക്കും പറഞ്ഞാൽ ഡ്രഗ് കാർട്ടൽ എന്ന് പറഞ്ഞുകൊണ്ട് ഈ മരുന്ന് കച്ചവടക്കാരെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് പല കാലഘട്ടങ്ങളിലായിട്ട് പല പീരിയഡുകളിൽ പല രാജ്യങ്ങളുമായിട്ട് ഇവർ ഈ ആരോപണം ഉയർത്തി. അമേരിക്കയ്ക്ക് ഓയിൽ എവിടെ ഉണ്ടോ അവിടെ നോട്ടമുണ്ട്. വെനിസുലയാണ് ഏറ്റവും കൂടുതൽ ഓയിൽ റിസർവ് ഉള്ള ഒരു രാജ്യം. വെനിസുലയുടെ മേളിൽ ഇപ്പം ഒരു ആരോപണം ഉന്നയിച്ചിരിക്കുകയാണ്. അതും ഈ സെയിം ഫെൻറ്റനൈൽ എന്ന് പറഞ്ഞ ആ ഒരു മരുന്നുമായിട്ട് ബന്ധപ്പെട്ട ആരോപണമാണ്. അപ്പം ശരിക്കും അമേരിക്കക്കാർക്ക് എന്താണ് പ്രശ്നം? കാനഡ മരുന്ന് പ്രശ്നം, മെക്സിക്കോ മരുന്ന് പ്രശ്നം, വെനിസുല മരുന്ന് പ്രശ്നം, ഹോണ്ടുറാസ് മരുന്ന് പ്രശ്നം, കൊളംബിയ മരുന്ന് പ്രശ്നം. ഞാൻ പറയുന്ന രാജ്യങ്ങളെല്ലാം ഇവർക്ക് മരുന്ന് പ്രശ്നമുള്ള രാജ്യങ്ങളാണ്. ചൈന കുറച്ച് നാൾക്ക് മുമ്പ് മരുന്ന് പ്രശ്നമായിരുന്നു. ആ ചൈനയുമായിട്ടാണ് ഇപ്പം സൗത്ത് കൊറിയ വിസിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഡൊണാൾഡ് ട്രംപ്. സൗത്ത് കൊറിയയിൽ പോയിട്ട് എങ്ങനെയെങ്കിലും ചൈനയുടെ ഷീ ജിൻപിങ്ങിനെ അവിടെ വരുത്തി ഒന്ന് മീറ്റ് ചെയ്യാൻ പറ്റുമോ എന്നാണ് നോക്കുന്നത്. കാരണം ഇപ്പോൾ ചൈനയും ഇന്ത്യയും സമാധാനപ്പെടുത്തണം. അതില്ലെങ്കിൽ ഇപ്പോൾ ഡോളർ ഇടിഞ്ഞ് താഴെ വീഴും. അതാണ് ഇപ്പോൾ പ്രശ്നം. ശരിക്കും ഇരുതല മൂർച്ചയുള്ള വാള് ഡൊണാൾഡ് ട്രംപിന്റെ തലയ്ക്ക് മേലിൽ ഇങ്ങനെ തൂങ്ങി നിൽക്കുകയാണ്. അതാണ് അതായത് അത് ബ്രിക്സ് പേ പ്രഖ്യാപിച്ച് ബ്രിക്സ് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഈ ഡോളറിന്റെ അഹങ്കാരം തീരും, ഉറപ്പാണ്. അപ്പോൾ നമ്മൾ റഷ്യ ഉക്രൈനുമായിട്ട് ബന്ധപ്പെട്ട് നോക്കിക്കഴിഞ്ഞാൽ ഉക്രൈൻ്റെ ഉള്ളിൽ സ്കോട്ട് ബെസന്റ്, ട്രഷറി സെക്രട്ടറി, ഇത് ഇപ്പം ഉക്രൈൻ്റെ ഉള്ളിൽ പോയിരിക്കുകയാണ്. വേറൊന്നുമല്ല, അവിടുത്തെ റെയർ എർത്ത് എലമെന്റ്സ്, മിനറൽ ഇതൊക്കെ ബന്ധപ്പെട്ടുള്ള ആ മൊത്തം ഡേറ്റ കളക്ട് ചെയ്യാനാണ് പോയത്. കാരണം സെലൻസ്കി സൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഒരു പ്രൈമറി കോൺട്രാക്ട്. ആ കോൺട്രാക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് ഫർദർ നെക്സ്റ്റ് ലെവൽ ചർച്ച നടത്തി എവിടെയൊക്കെ എന്തൊക്കെ ഉണ്ട്, എന്തൊക്കെ അസറ്റ് ഉണ്ട്, നമുക്ക് എത്ര കിട്ടും, അപ്രോക്സിമേറ്റ്ലി എത്ര ബില്യൺ ഡോളറിന്റെ കച്ചവടം നടത്താൻ പറ്റും, എന്തൊക്കെ സാധനങ്ങൾ അമേരിക്കയുടെ ഉള്ളിലേക്ക് കൊണ്ടുപോകാൻ പറ്റും എന്നുള്ള വിലയിരുത്തൽ നടത്താൻ വേണ്ടിയിട്ട് വന്നതാണ് അവിടെ. അതുമായിട്ട് ഒരു മോഡൽ ഡ്രാഫ്റ്റ്, അതുമായിട്ട് ഒരു പ്രൈമറി ഡ്രാഫ്റ്റ് തയ്യാറാക്കിയിട്ടുണ്ട്.
അപ്പോൾ നിങ്ങൾ നോക്കേണ്ടതെന്ന് പറഞ്ഞാൽ എന്ത് തരത്തിലുള്ള യുദ്ധം സംഭവിച്ചാലും ഞങ്ങൾക്ക് ഒരു പ്രശ്നമില്ല. ഞങ്ങൾക്ക് വേണ്ടത് റെയർ എർത്ത് എലമെന്റ്സ് ആണ്, ഞങ്ങൾക്ക് വേണ്ടത് വെനിസുലയുടെ ഓയിലാണ്, ഞങ്ങൾക്ക് വേണ്ടതെല്ലാം ഞങ്ങൾ എവിടെ നിന്ന് വേണമെങ്കിലും ഏത് രീതിയിൽ താരിഫ് ഇട്ടെങ്കിലും ഭീഷണിപ്പെടുത്തിയെങ്കിലും അടിച്ച് ബോംബിട്ട് വാർ നടത്തി ഞങ്ങൾ കൊണ്ടുവരും, ഞങ്ങളുടെ നാട്ടിലേക്ക് ഞങ്ങൾ കൊണ്ടുവരും. കാരണം ഞങ്ങളുടെ ഉദ്ദേശം മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗൈൻ ആണ്. അപ്പോൾ അതുകൊണ്ട് മറ്റുള്ളവൻ എങ്ങനെ നശിച്ച് പോയാലും ഒരു കുഴപ്പമില്ല, ഞങ്ങൾക്ക് വേണ്ടത് ഞങ്ങൾക്ക് വേണം. അതാണ് അമേരിക്കയുടെ നിലപാട്. അന്നും ഇന്നും എന്നും അവരുടെ നിലപാട് ഇത് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ടാണ് പലരും പറയുന്നത് അമേരിക്കയുമായിട്ട് ഒരു ഡിസ്റ്റൻസിൽ നിന്നാൽ നമുക്ക് കൊള്ളാം, കൂടുതൽ ഫ്രണ്ട്ഷിപ്പ് വെച്ച് കഴിഞ്ഞാൽ അത് ഭയങ്കര ഡേഞ്ചറാണ്. അതായത് കുറച്ച് അകന്ന് നിൽക്കുന്നവന് വരെ ഒരു പ്രശ്നം ഉണ്ടാവത്തില്ല, പക്ഷേ ഏറ്റവും അടുത്ത് നിൽക്കുന്നവന് ഏറ്റവും ശല്യം കൊടുക്കുന്ന ഒരു രാജ്യമാണ് അമേരിക്ക. കാരണം അവരുടെ ചൊൽപ്പടിക്ക് നിൽക്കണം. അതിനൊരു മറുപടിയാണ് ഇന്ത്യ ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അത് സഹിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ഡൊണാൾഡ് ട്രംപ് ഈ രീതിയിലുള്ള പ്രസ്താവനകളും പല പല രീതിയിലുള്ള അസ്വസ്ഥതകളൊക്കെ പ്രകടിപ്പിക്കുന്നത്. ഇനിയിപ്പോൾ റഷ്യ ഉക്രൈനുമായിട്ട് ബന്ധപ്പെട്ട യുദ്ധത്തിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു സൈഡിൽ റെയർ എർത്ത് എലമെന്റ്സിനൊക്കെ അമേരിക്ക വിലപേശിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ 800 ഡ്രോൺ അറ്റാക്കാണ് റഷ്യ ഉക്രൈൻ്റെ ഉള്ളിൽ ഇന്നലെ നടത്തിയത്. കീവ് ടാർഗറ്റ് ചെയ്ത് അറ്റാക്ക് ചെയ്തിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ പ്രസിഡൻഷ്യൽ ബിൽഡിംഗ്, അതായത് ഉക്രൈൻ്റെ ഭരണശിരാ കേന്ദ്രത്തിൽ വരെ ആക്രമണം, ആ രീതിയിലുള്ള അറ്റാക്കാണ് നടത്തിയത്. ഏതാണ്ട് 9 ഇസ്കന്ദർ ടൈപ്പ് മിസൈൽ അറ്റാക്ക് നടത്തിയിട്ടുണ്ട്. അതിലുപരിയായിട്ട് മാസീവ് ആയിട്ടുള്ള വേറെ മിസൈലുകളും കൂടി പറയുന്നുണ്ട്. ഞാൻ എല്ലാം കൂടെ ഇവിടെ എണ്ണി പറയുന്നില്ല, പക്ഷേ മാസീവ് ആയിട്ടുള്ള അറ്റാക്ക്, ഈവൻ ക്രൈമിയയുടെ ഭാഗത്ത് നിന്ന് വരെ ഉക്രൈൻ്റെ ഉള്ളിലേക്ക് അറ്റാക്ക്, അതായത് ചുറ്റി വളച്ച് ആക്രമണം, ആ രീതിയിലുള്ള അറ്റാക്കാണ് നടത്തിയത്. ഇതിന് കാരണമുണ്ട്, കഴിഞ്ഞ 10 ദിവസങ്ങളായിട്ട് ഉക്രൈൻ ദുരിതര റഷ്യയുടെ ഉള്ളിലേക്കുള്ള ഓയിൽ റിഫൈനറികളെ ടാർഗറ്റ് ചെയ്ത് ആക്രമണം നടത്തിക്കൊണ്ടിരുന്നു എന്നുള്ളതാണ് വസ്തുത. അത് ഒരു കാര്യം മനസ്സിലാക്കണം, റഷ്യയുടെ ഉള്ളിലുള്ള ഓയിൽ റിഫൈനറികളെ ടാർഗറ്റ് ചെയ്ത് ഉക്രൈൻ അറ്റാക്ക് നടത്തുന്നുണ്ട്. എന്നാൽ റഷ്യയുടെ ഓയിൽ ഇന്ത്യയിലേക്ക് വന്ന് റിഫൈൻ ചെയ്ത് ഏറ്റവും കൂടുതൽ ഡീസൽ വാങ്ങിയിരിക്കുന്നത് സെലൻസ്കിയാണ്. അതാണ് മനസ്സിലാക്കേണ്ടത്. ഇവരെ അടിച്ച് നശിപ്പിക്കാൻ ഒരുങ്ങുന്ന റഷ്യയുടെ ഓയിലാണ് ഇന്ത്യയിലേക്ക് വന്ന് റിഫൈൻ ചെയ്ത് ഡീസൽ രൂപത്തിൽ ഉക്രൈൻ്റെ ഉള്ളിലേക്ക് പോകുന്നത്. അപ്പോൾ പല പല പ്രവർത്തികൾക്കും അവിടെ ശരിക്കും റഷ്യ ആവശ്യമുണ്ടെന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ഇൻഡയറക്റ്റ് ആയിട്ട് അതാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. പക്ഷേ എന്നിട്ടാണ് ഈ ഓയിൽ റിഫൈനറികളെ ടാർഗറ്റ് ചെയ്യുന്നത് ഉക്രൈൻ സെലൻസ്കി. റഷ്യയുടെ ഓയിൽ റിസർവ് ഇല്ല എന്നുണ്ടെങ്കിൽ ഉക്രൈൻ അല്ല, യൂറോപ്പിന് തന്നെ സർവൈവൽ ഇല്ല എന്നുള്ള അവസ്ഥയാണ്. റഷ്യ 2025 തുടങ്ങിയത് മുതൽ ഇതുവരെ ഈ മാസം വരെ 450 ടൺ ഗോൾഡ് റിസർവ് ചെയ്തിട്ടുണ്ട്. ഇത് റഷ്യ മാത്രമല്ല, ഇന്ത്യ, ചൈന, ഈ ബ്രിക്സ് രാജ്യങ്ങളിൽ പെട്ട മേജർ രാജ്യങ്ങളെല്ലാം തന്നെ ഈ ഗോൾഡ് റിസർവിനാണ് ഇപ്പോൾ ശ്രമിക്കുന്നത്. ഇതെന്തുകൊണ്ടാണ് വെച്ചാൽ ഗോൾഡ് ഏറ്റവും കൂടുതൽ പവർഫുൾ ആകുമ്പോഴത്തേക്കും ഡോളർ വീക്ക് ആവും. അപ്പോൾ ഏത് വിധേനയും ഡോളറിനെ വീക്ക് ആക്കുക എന്നുള്ളതാണ് ലക്ഷ്യം. ഉള്ളിൽ നൈജീരിയയുടെ ഉള്ളിൽ മാസീവ് ആയിട്ടുള്ള അറസ്റ്റ്. ഇത് എന്ത് അറസ്റ്റ് എന്ന് പറഞ്ഞാൽ നൈജീരിയക്കാരെല്ലാം അറസ്റ്റ് ചെയ്ത് കുറേ നൈജീരിയൻ പോലീസുകാർ പട്ടാളക്കാരൊക്കെ വന്ന് ചൈനീസ് കമ്പനിയിൽ കയറിയിട്ട് അവിടെ കുറച്ച് ചൈനീസ് പ്രോജക്റ്റുകളൊക്കെ നടക്കുന്നുണ്ട്. അങ്ങനെ ഈ ചൈനീസ് പ്രോജക്റ്റ് നടക്കുന്ന ആ സ്ഥലത്ത് കയറി പോയിട്ട് ഒരു 40-ലധികം ചൈനക്കാരെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയിട്ടുണ്ട്. ഇവരെ ബന്ദികളായിട്ട് പിടിച്ചു വെച്ചിരിക്കുകയാണ്. ഇതെന്താണെന്ന് പറഞ്ഞാൽ ചൈന എവിടെ പോയി പ്രോജക്റ്റ് അവതരിപ്പിച്ചാലും അത് മാക്സിമം പരാജയപ്പെടുന്നതിന്റെ കാരണം എന്ന് വെച്ചാൽ സ്റ്റാർട്ടിങ്ങിൽ വളരെ സ്മൂത്ത് ആയിട്ട് പോകും, പക്ഷേ പിന്നീട് പോകെ ആ പ്രോജക്റ്റുകളെല്ലാം തന്നെ പകുതിക്ക് വെച്ച് മുടങ്ങും, ഇല്ലെങ്കിൽ തടസ്സപ്പെടും, എന്തെങ്കിലുമൊക്കെ ഒരു തടസ്സങ്ങൾ വരും. അതിന്റെ കാരണം വേറൊന്നുമില്ല, ചൈനയുടെ പോളിസിയാണ് ഇതിന്റെ പ്രശ്നം. ചൈനയുടെ പോളിസി, ചൈന ആഫ്രിക്കയിലെ ഒരു രാജ്യത്ത് പ്രോജക്റ്റ് നടപ്പിലാക്കുന്നു, അറ്റ്ലീസ്റ്റ് ആഫ്രിക്കക്കാരുമായിട്ടുള്ള ആൾക്കാർക്ക് ഒരു 4-5 പേർക്ക് ജോലി കൊടുക്കും. അതല്ല ചൈന ചെയ്യുന്നത്. ചൈന അവിടെ മൊത്തം വളഞ്ഞു കെട്ടി മൊത്തത്തിൽ ആ ഏരിയ മൊത്തം ലോക്ക് ചെയ്യും. അതായത് ആ പ്രദേശത്തുള്ള ആൾക്കാർക്ക് അതിലേക്ക് കടക്കാൻ പോലും പറ്റില്ല. അതിൻ്റെ ഉള്ളിലേക്ക് അവർ വിചാരിക്കും നൈജീരിയക്കുള്ളിൽ ഒരു ചൈനീസ് ടൗൺ, ആ രീതിയിലാണ് ചൈന പ്രവർത്തിക്കുന്നത്. ഇവർ ക്ലിയർ ആയിട്ടുള്ള ഒരു സെപ്പറേഷൻ അവിടെ കീപ്പ് ചെയ്യും. എന്നിട്ട് ചൈനക്കാരെ കൊണ്ടുപോയി പണിയെടുപ്പിക്കും. എന്നിട്ട് ആ രാജ്യത്തിന്റെ ഭരണാധികാരികളുടെ അടുത്ത് പ്രഷർ ചെയ്യും, ഞങ്ങൾക്ക് സെക്യൂരിറ്റി വേണമെന്ന് പറഞ്ഞു. ഇതാണ് ചൈനയുടെ പ്രശ്നം. ഇത് സെയിം പ്രശ്നമായിരുന്നു പാകിസ്ഥാനിലെ സീപക് പൊളിയാനുള്ള കാരണം. അതേ സെയിം റീസണാണ് ഇപ്പം ഇത് നൈജീരിയയിലും ഇതേ പ്രവൃത്തിയാണ് ചൈന ചെയ്യാൻ ശ്രമിക്കുന്നത്. അതിന് തിരിച്ചടിയാണ് നൈജീരിയയിൽ നിന്ന് കിട്ടുന്നത്. ഇവരൊരു പ്രോജക്റ്റ് നടത്താൻ വേണ്ടിയിട്ട് ആ രാജ്യത്തേക്ക് ലോൺ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ആ രാജ്യത്തിന്റെ ലോൺ എടുത്തു കഴിഞ്ഞാൽ അതിൽ ബെനിഫിറ്റ് ആവേണ്ടത് ആ രാജ്യത്തിലുള്ള പ്രജകളല്ലേ. അതിന് പകരം ആ ലോൺ കൊടുത്ത എമൗണ്ടും ഈ ചൈനക്കാർ തന്നെ സാലറി ആയിട്ട് പറ്റുന്ന ഒരു അവസ്ഥയുണ്ട്. ജോലി എന്നുള്ള പേരിൽ ഇവരുടെ കയ്യിലായിരിക്കും ഇവരുടെ ടെക്നോളജി ഉള്ളത്. അതിന് ടെക്നോളജി അഡ്വൈസ് ചെയ്യുന്ന രീതിയിൽ 1-2 ആൾക്കാരെ കൊണ്ടുപോകും. ബാക്കിയുള്ള എല്ലാ എംപ്ലോയീസിനെയും നിങ്ങൾ ആ രാജ്യത്ത് നിന്ന് തന്നെ ഹയർ ചെയ്യണം. അല്ലാന്നുണ്ടെങ്കിൽ ഇതേപോലെ പരാജയപ്പെടും. അങ്ങനെ ഇപ്പം നൈജീരിയയിൽ ചൈന ഒരു പരാജയമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. അഫ്ഗാനിസ്ഥാനിൽ ഒരു മാസീവ് ആയിട്ടുള്ള എർത്ത് ക്വേക്ക് നടന്നിട്ടുണ്ടായിരുന്നു. ആ എർത്ത് ക്വേക്കിൽ 1300 പേര് ഇതുവരെ മരണപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ശരിക്കും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് റെസ്ക്യൂ ടീമിന് ചില നിർദ്ദേശങ്ങൾ കൊടുത്തിട്ടുണ്ട്. ആ നിർദ്ദേശം എന്ന് വെച്ചാൽ ഇസ്ലാമിക നിയമപ്രകാരം വേണം ഈ റെസ്ക്യൂ നടത്താൻ. അതായത് ഈ കെട്ടിട ഇടിപാടുകൾക്ക് ഈ റബൽസിന്റെ ഇടയിലൊക്കെ കിടക്കുന്ന സ്ത്രീകളെ എടുക്കുമ്പോൾ അവരെ തൊട്ട് സ്പർശിച്ച് എടുക്കാൻ പാടില്ല എന്നുള്ള നിയമമൊക്കെ അഫ്ഗാനിസ്ഥാനിൽ ഉണ്ടെന്നാണ് വാർത്തകൾ പുറത്തു വരുന്നത്. ടൈം പോലത്തെ മാധ്യമങ്ങളൊക്കെ ഇത് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഈ മത നിയമങ്ങളൊക്കെ ആവാം, പക്ഷേ അഫ്ഗാനിസ്ഥാൻ പറയുന്ന പോലെ ഇങ്ങനെ കെട്ടിട ഇടിപാടുകൾക്കിടയിൽ എർത്ത് ക്വേക്ക് വന്ന് കിടക്കുന്ന ആ ഒരു സാഹചര്യത്തിലൊക്കെ മതം ഫോളോ ചെയ്തിട്ട് നമുക്ക് റെസ്ക്യൂ ചെയ്യാൻ പറ്റുമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ ഭയങ്കരമായിട്ടുള്ള വിഷയങ്ങളാണ് ഇതൊക്കെ. അമേരിക്കയിൽ ഈ ഫെന്റനൈൽ എന്ന് പറഞ്ഞ മരുന്ന് ഏതാണ്ട് 128 കിലോഗ്രാം എങ്ങാണ്ട് 1.5 മാസത്തിന് മുമ്പ് പിടികൂടിയതേ ഉള്ളൂ. ഇതിനകത്ത് മെയിനായിട്ട് ഇക്വഡാർ, ഹോണ്ടുറാസ്, മെക്സിക്കോ ത്രൂ മിയാമി ഇങ്ങനെയൊക്കെ സപ്ലൈ നടക്കുന്നുണ്ട്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈ അമേരിക്കക്കാർക്ക് ഇതില്ലാണ്ട് ജീവിക്കാൻ പറ്റത്തില്ലേ? ആദ്യം അമേരിക്ക ഇത്രയും ഭയങ്കരമായിട്ട് ഡെവലപ്ഡ് ആണ്, അതാണ് ഇതാണെന്നൊക്കെ പറയുന്നുണ്ടല്ലോ. അറ്റ്ലീസ്റ്റ് ഈ മരുന്ന് എന്താണ്, ഇത് ഉപയോഗിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്താണ്,
ഇതിൻ്റെ ആക്ച്വൽ പർപ്പസ് ഓഫ് യൂസേജ് എന്താണ്, ഇതൊരു അനസ്തറ്റിക് ഡ്രഗാണിത്. അപ്പോൾ അതായത് ശരിക്കും പറഞ്ഞാൽ ഓപ്പറേഷൻ തിയേറ്ററിലൊക്കെ ഉപയോഗിക്കുന്ന മരുന്നാണിത്. ആ മരുന്നിനെ എടുത്ത് വെച്ചുകൊണ്ടാണ് ഈ രീതിയിൽ അവിടുത്തെ ജനങ്ങൾ, യങ് പോപ്പുലേഷൻ ഉപയോഗിക്കുന്നത്. ഇതാരാണിത് പഠിപ്പിക്കുന്നത് ഉപയോഗിക്കാൻ? റെസ്പോൺസിബിലിറ്റി ഉള്ള സിറ്റിസൺസ്, നല്ല പൗരന്മാരെ വളർത്തിയെടുത്തു കഴിഞ്ഞാൽ അവരിതിങ്ങനെ ഉപയോഗിക്കുമോ? ഏറ്റവും കൂടുതൽ നല്ല പൗരന്മാരായിട്ട് മക്കളെ വളർത്തിയെടുക്കുക എന്നുള്ളതാണ്. അത് എടുത്തു കഴിഞ്ഞാൽ തന്നെ ഈ മരുന്ന് എന്താണ്, ഇതുകൊണ്ടുള്ള പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, ഇതിന്റെ ഡിസഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്നുള്ളത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയും ആ രീതിയിലേക്കുള്ള ഒരു താല്പര്യത്തിലേക്ക് പോവില്ല. പിന്നെ നശിക്കണം എന്നുള്ളവൻ എവിടെ പോയാലും നശിക്കും. അതിനിപ്പോൾ മറ്റുള്ള രാജ്യങ്ങളെ പോയിന്റ് ഔട്ട് ചെയ്തൊരു കാര്യമില്ല. കാരണം അമേരിക്ക ശരിക്കും ഈ മരുന്നിന്റെ പേരിൽ പല രാജ്യങ്ങളെയും ടാർഗറ്റ് ചെയ്യുന്നതായിട്ടാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. കാരണം ഇതിൽ എത്ര രാജ്യങ്ങൾക്ക് എക്സാക്ട്ലി ഇതിൽ പങ്കുണ്ടെന്നുള്ളത് നമുക്ക് അറിയത്തില്ല. കാരണം ഈ മരുന്ന് മാഫിയ എന്ന് പറയുന്നത് ഇത് എവിടെയാണ് ഇവരുടെ ആസ്ഥാനം, ഇവർ എവിടെയാണ് ജീവിക്കുന്നത്, ഇതൊന്നും ആർക്കും അറിയത്തില്ല. പല രാജ്യങ്ങളുടെയും റൂട്ട് മാപ്പ് ഇവർ കാണിച്ചിട്ട് ഇവരിങ്ങനെ പറയുന്നു എന്നുള്ളതിലുപരിയായിട്ട് വ്യക്തമായ തെളിവുകൾ, സോളിഡ് ആയിട്ടുള്ള തെളിവുകൾ ഈ പറയുന്ന ഒരു രാജ്യങ്ങൾക്കെതിരെയും അമേരിക്കയുടെ പക്കൽ ഇല്ല എന്നുള്ളതാണ് വസ്തുത. ജപ്പാൻ പ്രൈം മിനിസ്റ്റർ ഷിഗാരു ഇഷിബ വളരെ നല്ലൊരു പ്രവൃത്തി ചെയ്തിട്ടുണ്ട്. പുള്ളി രാജിവെച്ചിരിക്കുകയാണ്. പുള്ളി രാജിവെച്ചതിന്റെ കാരണം വേറെ ഒന്നുമില്ല, പുള്ളിക്കെതിരെ അവിശ്വാസ പ്രമേയം കൊണ്ടുവരും എന്നാണ് പറഞ്ഞത്. അപ്പം ശരിക്കും പറഞ്ഞാൽ ഒരു അവിശ്വാസ പ്രമേയം കൊണ്ടുവന്ന് അതിൽ പരാജയപ്പെട്ട് ഞാൻ പോകേണ്ട ആവശ്യമില്ല, ഇങ്ങനെ ഒരു ഒപ്പീനിയൻ വന്ന സ്ഥിതിക്ക് തന്നെ ഞാൻ രാജിവെക്കാം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് പലരും കടിച്ചു തൂങ്ങി കിടക്കുന്ന ഒരു പൊസിഷനിൽ പ്രൈം മിനിസ്റ്റർ എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന സമയത്ത് ആരും അങ്ങനെ ഇറങ്ങി പോകത്തില്ല. പക്ഷേ ഈ ജപ്പാന്റെ പ്രൈം മിനിസ്റ്റർ ഇപ്പോൾ കാണിച്ച പ്രവൃത്തി അപ്രീഷിയേറ്റബിൾ ആണ്. കാരണം വേറെ ഒന്നുമില്ല, രാജിവെക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ആ പാർട്ടി അങ്ങനെ തന്നെ നിലനിൽക്കും. അതായത് ഞാൻ പ്രൈം മിനിസ്റ്റർ ആയാലും ഇല്ലെങ്കിലും എൻ്റെ പാർട്ടി നിലനിൽക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് രാജിവെച്ചിരിക്കുന്നത്. പുള്ളി റെപ്രസെന്റ് ചെയ്യുന്നത് ലിബറൽ ഡെമോക്രാറ്റിക് പാർട്ടിയാണ്. അപ്പോൾ പുള്ളി ഒരു മോഡൽ ഓഫ് പാർട്ടി ഡിസിപ്ലിൻ എന്നുള്ള ഒരു കാറ്റഗറിയിലേക്കുള്ള ഒരു ലീഡറായിട്ട് മാറിയിരിക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും അടുത്ത ഇലക്ഷൻ വരും. അപ്പോൾ മെജോറിറ്റി കിട്ടിക്കഴിഞ്ഞാൽ വീണ്ടും പ്രൈം മിനിസ്റ്ററായിട്ട് വരാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ഏറ്റവും കൂടുതൽ ജപ്പാനിൽ ഇപ്പോൾ ഒരു വിഷയം ചർച്ചയായത് ശരിക്കും ഈ അമേരിക്കയുമായിട്ട് ഉണ്ടാക്കിയ ട്രേഡ് ഡീൽ, അതിൽ ഏതാണ്ട് 550 ബില്യൺ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സമ്മതിച്ചത്, ഇങ്ങനെയുള്ള ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെയാണ് ഏറ്റവും കൂടുതൽ ചർച്ചയായത്. അത് ശരിക്കും ഒരു ബാക്ക് ഫയർ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇത് അമേരിക്കയ്ക്കും കൂടി ഒരു തിരിച്ചടിയാണ്. പിന്നെ അതുപോലെ തന്നെ സൗത്ത് കൊറിയയുമായിട്ട് ബന്ധപ്പെട്ട് നോക്കി കഴിഞ്ഞാൽ അമേരിക്കയും സൗത്ത് കൊറിയയും തമ്മിലുള്ള ബന്ധം ഇച്ചിരി വഷളാകുന്നുണ്ട്. കാരണം വേറൊന്നുമില്ല, പെട്ടെന്ന് തന്നെ ഈ IC എന്ന് പറഞ്ഞ ഒരു വിഭാഗമുണ്ടല്ലോ അമേരിക്കയിൽ, അതായത് ഈ ഇല്ലീഗൽ എമിഗ്രന്റിനെ പോയി ചെക്ക് ചെയ്ത് അറസ്റ്റ് ചെയ്യുന്ന ആൾക്കാർ, ആ ഡിപ്പാർട്ട്മെന്റിലെ ആൾക്കാർ ജോർജിയയിലുള്ള ഒരു ഫാക്ടറി വിസിറ്റ് ചെയ്യാണ്. ജോർജിയയിലുള്ള ഒരു EV കാർ ഫാക്ടറി അമേരിക്കയിൽ. അത് വിസിറ്റ് ചെയ്യുന്ന സമയത്ത് ഏതാണ്ട് ഓൾമോസ്റ്റ് 400-ലധികം ഇല്ലീഗൽ എമിഗ്രന്റ് ആയിട്ടുള്ള ആൾക്കാർ അവിടെ പണിയെടുത്തുകൊണ്ടിരുന്നു. ഇവരെല്ലാം തന്നെ സൗത്ത് കൊറിയയിൽപ്പെട്ട ആൾക്കാരാണെന്നുള്ളതാണ് കണ്ടെത്തൽ. അപ്പോൾ അവരോട് അമേരിക്കയിലെ IC ഉദ്യോഗസ്ഥർ വളരെ മോശമായിട്ടാണ് പെരുമാറിയത്. അതായത് നമ്മുടെ നാട്ടിലുള്ള ആൾക്കാരെ ചങ്ങലയൊക്കെ വെച്ചാണല്ലോ ഇവിടെ കൊണ്ട് ഇറക്കി വിട്ടത്. അപ്പോൾ അതേപോലെ ചങ്ങലയൊക്കെ വെച്ചാണ് ഇവരെയും ഡീൽ ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് അവരെ ഇപ്പോൾ ഡീപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യത്തിൽ നിർത്തിയിരിക്കുകയാണ്. ഈ കഴിഞ്ഞ ആഴ്ച തന്നെ സൗത്ത് കൊറിയയും നോർത്ത് കൊറിയയും തമ്മിലുണ്ടായ ചെറിയൊരു ക്ലാഷിൽ സൗത്ത് കൊറിയയ്ക്ക് സപ്പോർട്ട് ചെയ്തില്ല എന്ന് പറഞ്ഞിട്ട് സൗത്ത് കൊറിയയെ റിട്ടാലിയേഷൻ ചെയ്യാൻ സമ്മതിച്ചില്ല. ആ സാഹചര്യത്തിൽ സൗത്ത് കൊറിയയുടെ പ്രസിഡന്റ് ഇച്ചിരി വിഷമത്തിലാണ്, ട്രംപുമായിട്ട് ഇത്തിരി ദേഷ്യത്തിലാണ് അവിടെ നിന്ന് വന്നത്, വൈറ്റ് ഹൗസിൽ നിന്ന്. അപ്പോൾ ഇതിൽ വീണ്ടും ഈ വിഷയം നെക്സ്റ്റ് ലെവലിലേക്ക് എസ്കലേറ്റ് ചെയ്തിരിക്കുകയാണ്. ഞങ്ങളുടെ സിറ്റിസൺസിനെ നിങ്ങൾ അപമാനിക്കുന്നു എന്നാണ് പുള്ളി പറഞ്ഞു വെക്കുന്നത്. കാരണം എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ കണ്ടെത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നമ്മളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം, ഞങ്ങൾ അവരെ ഞങ്ങളുടേതായിട്ടുള്ള രീതിയിൽ ഞങ്ങൾ അവരെ അവിടെ നിന്ന് ഇവാക്യുവേറ്റ് ചെയ്യും, അല്ലെങ്കിൽ ഡീപ്പോർട്ട് ചെയ്ത് കൊണ്ടുവരും. നിങ്ങൾ ഈ രീതിയിൽ തൊഴിൽ ചെയ്തുകൊണ്ടിരുന്ന ആൾക്കാരെ അപമാനിച്ചു എന്നുള്ള നിലയിലുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് സൗത്ത് കൊറിയ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ അത് ഇച്ചിരി ഓക്വേർഡ് ആണ്. കാരണം ഇല്ലീഗൽ എമിഗ്രന്റ് ആണ്. ഇല്ലീഗൽ എമിഗ്രന്റിനെ പിടിച്ചു കഴിഞ്ഞാൽ അവരെന്താണോ പോളിസി അതങ്ങ് ഫോളോ ചെയ്യും. ശരിയാണ്, ഒരു കമ്പനി ശരിക്കും ഈ കമ്പനിയിൽ എംപ്ലോയ്മെന്റ് കൊടുത്തത് എങ്ങനെയാണെന്നുള്ളതാണ് ചോദ്യം ചെയ്യേണ്ടത്. ഒരു അമേരിക്കയിൽ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനം, അപ്പോൾ അവിടെ പണിയെടുക്കുന്ന ആൾക്കാർ എന്ന് പറയുമ്പോഴത്തേക്കും അതിന്റെ റെസ്പോൺസിബിലിറ്റി ആ കമ്പനിക്കാണ്. ആ കമ്പനിക്കെതിരെ എന്തെങ്കിലും നടപടി എടുത്തോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഒരു നടപടി എടുത്തിട്ടില്ല. അതും കൂടി നമ്മൾ ഇതിനകത്ത് കൂട്ടിച്ചേർക്കണം. ഹൂണ്ടായ് എന്ന് പറഞ്ഞ ആ ഒരു വാഹനത്തിന്റെ ഇലക്ട്രിക് കാർ നിർമ്മാണ ഫാക്ടറിയിലാണ് ഈ ഒരു സംഭവം നടന്നത്. അപ്പോൾ എന്തായാലും ഇതൊക്കെ തന്നെയാണ് ഗ്ലോബൽ ഈവൻസ് ജിയോ പൊളിറ്റിക്കലി നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ട്രംപ് എങ്ങനെയെങ്കിലും സൗത്ത് കൊറിയ ഒന്ന് വിസിറ്റ് ചെയ്തിട്ട് സൗത്ത് കൊറിയയെ ഒന്ന് സമാധാനിപ്പിക്കുക, അതിലൂടെ ഷീ ജിങ് പിങ്ങിനെ സൗത്ത് കൊറിയയിൽ വിളിച്ചു വരുത്തി ഒന്ന് സംസാരിക്കാൻ പറ്റുമോ എന്നുള്ള സാഹചര്യം അന്വേഷിക്കുന്നുണ്ട്. ഇതൊക്കെ പ്രാഥമികമായിട്ട് വരുന്ന ഇൻഫർമേഷൻസ് ആണ്. പിന്നെ അടുത്ത് പ്രൈം മിനിസ്റ്റർ മോദിയുമായിട്ട് ഒന്ന് സംസാരിക്കണം എന്നും പറയുന്നുണ്ട്. അത് ശരിക്കും ഇപ്പോൾ UN ജനറൽ അസംബ്ലിയിൽ പ്രൈം മിനിസ്റ്റർ മോദി എത്തുന്നില്ല എന്നുണ്ടെങ്കിൽ ആസിയാൻ നടക്കുന്നുണ്ട്. അത് ഒക്ടോബറിലാണ്, ശരിക്കും ഒക്ടോബർ 26 ഫൈനൽ സമ്മിറ്റ് നടക്കുന്നത്. അപ്പോൾ ആസിയാൻ സബ്മിറ്റിൽ പ്രൈം മിനിസ്റ്റർ മോദിയെ മീറ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ള ഓപ്ഷനും അമേരിക്കൻ ട്രംപ് അഡ്മിനിസ്ട്രേഷൻ അന്വേഷിക്കുന്നുണ്ട്. ഇപ്പോൾ രണ്ട് ആൾക്കാർ ശരിക്കും പറഞ്ഞാൽ ഷീ ജിങ് പിങ്ങിനെയും പ്രൈം മിനിസ്റ്റർ മോദിയെയും മീറ്റ് ചെയ്യുന്നത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമായിട്ട് ട്രംപ് അഡ്മിനിസ്ട്രേഷൻ്റെ അജണ്ടയിൽ എഴുതി പിടിപ്പിച്ചിരിക്കുകയാണ്. കാരണം വേറെ ഒന്നുമില്ല, ഡോളറിനെ സംരക്ഷിക്കണം, അതിനെതിരെ നിങ്ങൾ ഒരു നീക്കങ്ങളും ചെയ്യാൻ പാടില്ല, നമുക്ക് എന്ത് വിട്ടുവീഴ്ച വേണമെങ്കിലും ചെയ്യാം എന്നാണ് അമേരിക്കയുടെ നിലപാട്. അതുവരെ ഇങ്ങനെ താരിഫ് ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും, അതിലുപരിയായിട്ട് ഒന്നും തന്നെ സംഭവിക്കാൻ പോകുന്നില്ല. പിന്നെ പീറ്റർ നെവരയുടെ ഒരു കാര്യം കൂടെ പറഞ്ഞു വെക്കാം, ഒരു കോമഡിയാണ്. ശരിക്കും പുള്ളി തുടരെ ട്വിറ്ററിൽ വന്നിട്ട് ഇന്ത്യക്കെതിരെയുള്ള പരാമർശങ്ങളാണ് എപ്പോഴും ഇങ്ങനെ പ്രചരിപ്പിക്കുന്നത്. അപ്പോൾ ആ സാഹചര്യത്തിൽ ട്വിറ്റർ ഇപ്പോൾ ഗ്രോക്ക് എന്ന് പറഞ്ഞ ഒരു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസുമായിട്ട് AI ടൂളുമായിട്ട് ലിങ്ക്ഡ് ആണ്. ഇതിന്റെ ഓണർ, ഈ രണ്ടിന്റെയും ഓണർ എലോൺ മസ്ക് ആണ്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ റോങ് കമന്റുകൾ ഇട്ട് കഴിഞ്ഞാൽ
ഈ ഗ്രോക്ക് എന്ന് പറഞ്ഞ ആ ഒരു AI ടൂൾ ഇതിനെ വെരിഫൈ ചെയ്യും, വാലിഡേറ്റ് ചെയ്യും. ഇത് ശരിയാണോ തെറ്റാണോ, ഈ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് സംഭവം ശരിയാണോ തെറ്റാണോ എന്നുള്ളത് വിലയിരുത്തും. അപ്പൊ അങ്ങനെ വിലയിരുത്തുന്ന സമയത്ത് റഷ്യൻ ഓയിലിനെ കുറിച്ച് പീറ്റർ നെവേരോ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ്, ഇന്ത്യയാണ് ഏറ്റവും വലിയ ബയർ, അവർ ലാഭമുണ്ടാക്കുന്നു, അമേരിക്കൻ പൈസ കൊണ്ട് റഷ്യയുടെ അടുത്ത് ആയുധങ്ങൾ മേടിക്കുന്നു, എണ്ണ മേടിക്കുന്നു, ഇന്ത്യ അങ്ങനെ കൊള്ള ലാഭം കൊയ്യുന്നു എന്നുള്ള രീതിയിലുള്ള സ്റ്റേറ്റ്മെന്റ് ഇട്ടായിരുന്നു. ആ സ്റ്റേറ്റ്മെന്റിന്റെ തൊട്ട് താഴെ തന്നെ ഗ്രോക്ക് അതിനെ കറക്റ്റ് ചെയ്തുകൊണ്ട് ഈ ഒരു സംഭവം ഫേക്ക് ആണ്, ഇങ്ങനെ ഒരു ലാഭം നടത്തുന്നില്ല എന്നാണ് ഈ ഗ്രോക്ക് AI ടൂള് പറഞ്ഞു വെച്ചത്. അപ്പൊ ഇത് ശരിക്കും പീറ്റർ നെവേരോയ്ക്ക് മനസ്സിലായില്ല ഇത് AI ടൂൾ ആണെന്നുള്ളത്. ആളിച്ചിരി പഴഞ്ഞനാണല്ലോ. അപ്പൊ അതിന് മറുപടി കൊടുത്തിരിക്കുകയാണ് പീറ്റർ നെവേരോ. അത് പിന്നെ അപ്പൊ ആ രീതിയിൽ മറുപടി കൊടുത്ത ഉടനെ ഇത് ഇലോൺ മസ്കിന്റെ വേലയാണ്, കാരണം ഇത് രണ്ട് ഇലോൺ മസ്കിന്റെ കമ്പനിയാണല്ലോ. അങ്ങനെ ബ്ലെയിം പറഞ്ഞുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ ഗ്രോക്കിന് തന്നെ മറുപടി കൊടുത്തിരിക്കുകയാണ് പീറ്റർ നെവേരോ. അതിന് തൊട്ട് താഴെയാണെങ്കിലും മൊത്തത്തിൽ പൊങ്കാലയാണ്. പൊങ്കാല എന്ന് പറഞ്ഞാൽ പൊങ്കാല. ഇന്ത്യക്കാർ മാത്രമല്ല, അമേരിക്കക്കാരുണ്ട്, പല നാഷണാലിറ്റിയുള്ള ആൾക്കാരുണ്ട്, എല്ലാവരും പൊങ്കാലിട്ടിരിക്കുകയാണ്. അതായത് ഇത് ശരിക്കും പീറ്റർ നെവേരോ പറഞ്ഞു വെക്കുന്നത് ഒരു ഫേക്ക് സ്റ്റേറ്റ്മെന്റ് ആണെന്നുള്ളത് ട്വിറ്ററിൽ തന്നെ കൃത്യമായിട്ട് തെളിഞ്ഞു വന്നിരിക്കുകയാണ്. അപ്പൊ ഇനി ട്വിറ്ററിലും പുള്ളിക്ക് റെസ്പോണ്ട് ചെയ്യാൻ പറ്റാത്ത സാഹചര്യത്തിലേക്ക് മാറിയിരിക്കുകയാണ്. ഇനിയിപ്പോ പ്രത്യേകിച്ച് ഫോക്സ് ന്യൂസിൽ പോയിരുന്ന് സംസാരിക്കുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ ഇതേപോലെ കള്ളത്തരങ്ങളൊക്കെ ഇപ്പം ട്വിറ്ററിലാണെങ്കിൽ അത് പൊളിഞ്ഞു വീഴും. അപ്പോൾ എന്തായാലും കുറേ ജിയോ പൊളിറ്റിക്കൽ ഇൻഫർമേഷൻസ് ആണ് ഈ വീഡിയോയിൽ പങ്കുവച്ചത്. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വിഷയങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.